പതിനായിരക്കണക്കിന് സൗരയൂഥങ്ങൾ അടങ്ങുന്ന നമ്മുടെ ഗാലക്സിയുടെ വലുപ്പം, ഇതെല്ലാം അടങ്ങുന്ന നമ്മുടെ ഗാലക്സിയുടെ വലുപ്പം അവർ വിശദീകരിക്കുന്നത് 1,00,000 പ്രകാശവർഷമാണ്. അതായത് പ്രകാശം 1,00,000 വർഷം സഞ്ചരിച്ചാലെത്തുന്ന ദൂരമാണ് നമ്മുടെ ഗാലക്സിയുടെ വലുപ്പം. അത് മറ്റൊരർത്ഥത്തിൽ മനസ്സിലാക്കുക. സൂര്യൻ എന്നുള്ളത് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂര്യൻ അതിവേഗതയിൽ ചലിക്കുന്നുണ്ട്. സൂര്യൻ്റെ സഞ്ചാര വേഗത എന്നുള്ളത് ഓരോ സെക്കൻഡിൽ 200 കിലോമീറ്ററാണ്. സെക്കൻഡിൽ 200 കിലോമീറ്റർ സഞ്ചരിക്കുന്ന സൂര്യൻ ഒരു മണിക്കൂർ സഞ്ചരിക്കുന്നത് 7,20,000 കിലോമീറ്ററാണ്. ഇത്രയും വേഗതയിൽ സഞ്ചരിച്ചിട്ട് പോലും 25 കോടി വർഷം സഞ്ചരിച്ചാൽ സൂര്യൻ നമ്മുടെ ഗാലക്സിയിൽ ചുറ്റും ഒരു തവണ ഭ്രമണം പൂർത്തിയാക്കുള്ളൂ. ആ ഒരു ഭ്രമണകാലത്തിനാണ് നമ്മൾ കോസ്മിക് ഇയർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത്രയേറെ വലുതാണ് നമ്മുടെ ഗാലക്സി. അവിടെയും ചിത്രം തീരുന്നില്ല. കാരണം നമ്മുടെ ഗാലക്സി എന്നുള്ളത് ഒബ്സർവബിൾ യൂണിവേഴ്സ് അല്ലെങ്കിൽ ദൃശ്യപ്രപഞ്ചത്തിൽ നമ്മൾ മനസ്സിലാക്കിയത് 10,000 കോടി ഗാലക്സികളാണ്. ഈ 10,000 കോടി ഗാലക്സികളിൽ ഒന്ന് മാത്രമാണ് നമ്മുടെ ഗാലക്സി ആയിട്ടുള്ള ക്ഷീരപഥം. അതിൽ ഓരോ ഗാലക്സിയിലും 10,000 കോടി നക്ഷത്രങ്ങളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. എളുപ്പത്തിൽ മനസ്സിലാക്കാൻ അവർ പറയാറുള്ളത്, നമ്മുടെ ഭൂമിയിൽ എത്ര മണൽത്തരികളുണ്ടോ അതിനേക്കാൾ കൂടുതൽ നക്ഷത്രങ്ങൾ ആകാശത്തുണ്ട് എന്നുള്ള. അതിൽ യാതൊരു സംശയമില്ല. അത്രയേറെ നക്ഷത്രങ്ങൾ ആകാശത്തുണ്ട്. ഇതിൽ നമ്മൾ എത്തിയൊരു ദൂരം നിങ്ങൾ ചിന്തിച്ച് നോക്കുക. ഇത്രയേറെ വിശാലമായിട്ടുള്ള പ്രപഞ്ചത്തിൽ ഇന്നും നമ്മൾ എത്തിച്ചേർന്നത് ചന്ദ്രനിലപ്പുറം പോകാൻ പോലും മനുഷ്യന് സാധിച്ചിട്ടില്ല. ഭൂമിയിൽ നിന്ന് 3,84,000 കിലോമീറ്റർ അകലെയുള്ള ചന്ദ്രനാണ് നമ്മൾ അവസാനമായിട്ട് എത്തിച്ചേർന്നത്. അതിലപ്പുറം മനുഷ്യന് സഞ്ചരിക്കാൻ സാധിച്ചിട്ടില്ല. വളരെ പ്രസിദ്ധമായിട്ടുള്ള വോയേജർ പേടകം 977 നമ്മൾ വിക്ഷേപിച്ചു. ഓരോ മണിക്കൂറിലും 62,000 കിലോമീറ്റർ വേഗതയിൽ അത് സഞ്ചരിക്കുന്നുണ്ട്. 977 മുതൽ സഞ്ചാരം തുടങ്ങി ഓരോ മണിക്കൂറിലും 62,000 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചിട്ടും ഇന്നും സൗരയൂഥത്തിൻ്റെ ബൗണ്ടറി അല്ലെങ്കിൽ ഈ നമ്മുടെ സൗരയൂഥത്തിൻ്റെ അതിർത്തി കടന്ന് അതിന് പുറത്തു പോകാൻ സാധിച്ചിട്ടില്ല. അത്രയേറെ വിശാലമാണ് നമ്മുടെ സൗരയൂഥം എന്ന് ചുരുക്കം. വിശദീകരിക്കപ്പെടുന്ന ഈ മൊത്തം പ്രപഞ്ചം എന്നുള്ളത് അത് എത്ര ശതമാനമാണെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. അതായത് നമ്മൾ പദാർത്ഥം കൊണ്ട് നിർമ്മിച്ച പ്രപഞ്ചം, അതായത് അവർ വിളിക്കുന്നത് ബെരിയോണിക് മാറ്റർ എന്നുള്ള, ഈ ബെരിയോണിക് മാറ്റർ കൊണ്ട് നമ്മൾ നിർമ്മിക്കപ്പെട്ട പ്രപഞ്ചം മൊത്തം പ്രപഞ്ചത്തിൻ്റെ 3-4% മാത്രമേ വരൂ എന്നാണ് വിശദീകരിക്കുന്നത്. ബാക്കി 96% ഇന്ന് വരെ എന്താണെന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലാത്ത ഡാർക്ക് മാറ്റർ അല്ലെങ്കിൽ ശ്യാമദ്രവ്യം എന്ന് മലയാളത്തിൽ വിളിക്കുന്ന ഈ ഡാർക്ക് മാറ്റർ കൊണ്ടാണ് ബാക്കി 96% നിർമ്മിക്കപ്പെട്ടത്. അതായത് നമ്മൾ ഇത്രയും കാലം പഠിച്ചതും മനസ്സിലാക്കിയതും നമ്മുടെ ശാസ്ത്രമെല്ലാം കെട്ടിപ്പടുത്തതെല്ലാം ഈ കേവലം 4% മാത്രം വരുന്ന ഈ പദാർത്ഥ ലോകത്തുള്ള നമ്മൾ മനസ്സിലാക്കിയ ഈ ഒരു പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ബാക്കി 96% ചോദ്യചിഹ്നമായിട്ട് നമ്മുടെ മുന്നിൽ ഇന്നും അവശേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ചുരുക്കം.